ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഞാൻ മസ്കത്ത് നിന്ന് വന്നതിന് ശേഷം ഫ്രണ്ട്സിനെ ആരെയും കണ്ടിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ ഇന്ന് എല്ലാവരെയും വീട്ടിലേക്ക് വിളിച്ചതാണ്. അങ്ങനെ രാവിലെ ഒരു 11 മണിക്ക് ഇവരെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. ശേഷം ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് പുറത്ത് പോയിട്ട് വരാൻ പറഞ്ഞിട്ട് എല്ലാവരും റെഡി ആവുക കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തന്നെ ഉള്ള മാർട്ടിലേക്കോട്ടോ പോകുന്ന ആദ്യമായിട്ട് ഇവിടെ കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ടായി. അങ്ങനെ ഇവിടെ വന്നു. അങ്ങനെ കുറച്ച് തമാശയൊക്കെ കളിച്ചിട്ട് അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ 5 ഒത്തുകൂടിയാൽ നമ്മളിനി എത്ര വയസ്സായാലും നമ്മൾ ചെറിയ കുട്ടികളാവും കേട്ടോ. ഐ തിങ്ക് എല്ലാവരും അങ്ങനെയാണ്. അവനവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിൽ ചേർന്നാൽ നമുക്ക് എത്ര വയസ്സായിട്ടുണ്ടായാലും നമ്മളവിടെ കുട്ടികളായിട്ട് മാറും അല്ലേ. അപ്പോൾ ഇവർ 4 വെച്ചാൽ എനിക്ക് ലൈഫിൽ ഭയങ്കര സ്പെഷ്യലായ ആൾക്കാരാണ്. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചൈൽഡ്ഹുഡ് മുതലുള്ള ഫ്രണ്ട്സ് വരെ ഉണ്ട്. പക്ഷെ ഇവരെ 3 ഞാൻ ഇപ്പോൾ മെഡിക്കൽ കോഴ്സിൽ ചേർന്നതിന് ശേഷം കേട്ടോ കണ്ടുമുട്ടിയത്. ഇത് 3ാമത്തെ വർഷം. പക്ഷെ ഈ ഇടയിലും എന്താ പറയുക, ഒരു സിസ്റ്ററായിട്ടും ഒരു ഫ്രണ്ടായിട്ടും എല്ലാം ഒരു ബിഗ് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സന്തോഷത്തിൽ എപ്പോഴും നമ്മൾ 5 ഒരുമിച്ച് ഉണ്ടാവലൊന്നുമില്ല. പക്ഷെ ഒരാൾക്ക് സങ്കടം ഉണ്ടെന്ന് പറയുമ്പോൾ ബാക്കി 4 അവരൊപ്പം അവരെ പിടിച്ചു നിർത്താൻ കൂടെ ഉണ്ടാകലുണ്ട്. അതിന് നമ്മൾ തമ്മിൽ എത്ര ദേഷ്യം ഉണ്ടായാലും നമ്മളിടയിൽ എത്ര പ്രശ്നങ്ങളുണ്ടായാലും ഒരാൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ മറന്നിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കാറുണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ട് നമ്മൾ അടികൂടാറില്ല, തല്ലൂടാറില്ല എന്നൊന്നുമല്ല. നമ്മളും ദേഷ്യം പിടിക്കാറൊക്കെ ഉണ്ട്. എപ്പോഴും ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊന്നുമല്ല. പിന്നെ നമ്മൾ 5 ഈഗോ എന്ന് പറയുന്നതിൻ്റെ അറ്റത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. എന്നാലും നമുക്ക് വേണ്ടിയിട്ട് നമ്മളിതൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ട് കൂടെ നിൽക്കുന്നതുകൊണ്ട് ഈ ബോണ്ട് ഇത്രയും സ്ട്രോങ് ആയിട്ടുണ്ട്. മുന്നോട്ട് ഇങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.